പത്തനംതിട്ട ഇടത്തട്ട സ്വദേശി ജോബി മാത്യുവിന്റെ കൊലപാതകത്തിൽ പ്രതി പിടിയിൽ. തടിക്കച്ചവടക്കാരൻ പത്തനംതിട്ട സ്വദേശി അബ്ദുൾ അസീസാണ് പിടിയിലായത്. പാർക്ക് ചെയ്ത കാറിന് പിന്നിൽ ജോബി മാത്യു ഓടിച്ച വാഹനം ഇടിച്ചതിനെ ചൊല്ലിയായിരുന്നു ആക്രമണമുണ്ടായത്. വാഹനാപകടത്തിൽ പരിക്കേറ്റ് മരിച്ചുവെന്ന് കരുതിപ്പോകേണ്ടിയിരുന്ന സംഭവത്തിന്റെ ദിശ മാറ്റിയത് ഡോക്ടർ പ്രകടിപ്പിച്ച സംശയമാണ്. വാഹനത്തിന് സമീപം പരിക്കേറ്റ് റോഡിൽ കിടക്കുകയായിരുന്നു ജോബി മാത്യു. എന്നാൽ തലയ്ക്ക് പിന്നിലേറ്റ മുറിവിൽ ഡോക്ടറുടെ സംശയം കനത്തു. സാധാരണ അപകടത്തിൽ സംഭവിക്കുന്ന പരിക്കല്ലെന്ന് ഡോക്ടർ ഉറപ്പിച്ചു. ഇതോടെയാണ് ബന്ധുക്കൾ പോലീസിനെ സമീപിക്കുന്നത്. പോലീസ് CCTV ദൃശ്യങ്ങൾ തപ്പിയിറങ്ങി. കിട്ടിയ ദൃശ്യങ്ങളിൽ ഒന്നിൽ വാക്തർക്കവും കയ്യാങ്കളിയും വ്യക്തമായിരുന്നു. ചുവന്ന നിറത്തിലുള്ളതായിരുന്നു സ്ഥലത്ത് വന്നുപോയ കാറെന്ന് ദൃശ്യങ്ങളിൽ നിന്നും മനസ്സിലാക്കി. RT ഓഫീസിൽ നിന്നും ചുവന്ന നിറത്തിലുള്ള വാഹനങ്ങളുടെ രേഖകൾ ശേഖരിച്ചു. 200ഓളം വാഹന ഉടമകളെ കണ്ടു. അന്വേഷണ സംഘം അബ്ദുൾ അസീസിന്റെ വീട്ടിലെത്തും മുൻപേ അയാൾ മുങ്ങി. എന്നാൽ വീടിന് സമീപം പാർക്ക് ചെയ്തിരുന്ന കാറിന് പിന്നിൽ മറ്റേതോ വാഹനം വന്നിടിച്ചതായി കണ്ടെത്തി. ഇതാണ് പ്രതിയിലേക്ക് കാര്യങ്ങളെ അടുപ്പിച്ചത്. ബ്രെയിന് ഡാമേജ് ഉണ്ടായിരുന്നു, അതായത് ഹെഡ് ഇഞ്ചുറി, സ്കള്ളിന് ഫ്രാക്ചർ വന്നു. അപ്പം വീട്ടുകാർ ആക്സിഡന്റ് ആണെന്ന് കോട്ടയത്തെ ഡോക്ടറോട് പറഞ്ഞപ്പോൾ ഡോക്ടർ അത് ആക്സിഡന്റ് അല്ല എന്നുള്ള രീതിയിൽ സംസാരം പറഞ്ഞു. അതായത് വണ്ടി ആക്സിഡന്റ് ഉണ്ടാകുന്ന പരിക്കല്ല കാണുന്നതെന്ന് പറയുകയും വളരെ രഹസ്യമായിട്ട് ഞങ്ങൾ കണ്ടിന്യൂസ് അന്വേഷിച്ചാണ് ഈ പ്രതിയിലേക്ക് എത്തിയത്. പ്രതിയെ ഇന്നലെ ഞങ്ങൾ കസ്റ്റഡി എടുത്ത് അറസ്റ്റ് രേഖപ്പെടുത്തി. ഒളിവിലായിരുന്ന അബ്ദുൾ അസീസ് മുൻകൂർ ജാമ്യത്തിന് ശ്രമിച്ചു. വാഹനം പിടിച്ച പോലീസ് പ്രതിയിലേക്കെത്താൻ വൈകിയത് വിമർശനത്തിനിടയാക്കി. ഒടുവിൽ തിരുവനന്തപുരത്തുള്ള ലോഡ്ജിന് സമീപത്തു നിന്നും ഇയാളെ പിടികൂടുകയായിരുന്നു. പത്തനംതിട്ടയിൽ നിന്നും കടക്കാൻ ഇയാൾ ഉപയോഗിച്ച വാഹനം പെരുമ്പാവൂരിൽ നിന്നും പോലീസ് കണ്ടെത്തി. മെയ് 25 രാത്രി 9:10 സംഭവം. ജോബി മാത്യു ഓടിച്ചിരുന്ന വാഹനം വഴിയോരത്ത് പാർക്ക് ചെയ്തിരുന്ന അബ്ദുൾ അസീസിന്റെ കാറിന് പിന്നിലിടിച്ചു. ഇതാണ് തർക്കത്തിനും കയ്യാങ്കളിക്കും ഇടയാക്കിയത്. അബ്ദുൾ അസീസിനൊപ്പം കാറിൽ ഈ സമയം മറ്റ് 2 പേരുണ്ടായിരുന്നു. എന്നാൽ ഇവർ പുറത്തിറങ്ങിയിരുന്നില്ല. അബ്ദുൾ അസീസ് മർദ്ദിച്ചതിൽ നിന്നാണ് ജോബി മാത്യുവിന് തലയ്ക്ക് പിന്നിൽ ക്ഷതമേറ്റത്. കോട്ടയം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലിരിക്കെ ഈ മാസം 4-നാണ് ജോബി മാത്യുവിന്റെ മരണം. മാതൃഭൂമി ന്യൂസ്, പത്തനംതിട്ട.